ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ശനിയാഴ്ച കേട്ടോ വർക്കിന് ഇറങ്ങിക്കണേ. നമ്മൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. 11:08 സമയം. ഇന്നലെ നമ്മൾ രാത്രി കുറച്ച് കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 11:08 പിന്നെ അപ്പോൾ നമ്മളെ സ്റ്റെപ്പിന് ടയർ ഞാൻ ഇന്നലെ പുറത്തിറങ്ങിയപ്പോൾ ലൂസാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഈ സ്ക്രൂ ഞാൻ നാൾ ടയർ കഴുകാൻ വേണ്ടി എടുക്കാൻ നോക്കുമ്പോഴാണ് ഈ സ്ക്രൂ നമുക്ക് കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ ലൂസാക്കിപ്പിച്ചിട്ടുണ്ട്. ആ ടയർ മാറ്റിയ കടയിൽ തന്നെ പോയാണ്ട് ഇത് നമുക്കൊന്ന് ജസ്റ്റ് കഴുകണം. ഞാൻ ആ കഴുകാൻ വേണ്ടി അയച്ചാൽ നോക്കിയിട്ടാണ് എനിക്ക് കിട്ടിയില്ല. അത് അപ്പോൾ നോക്കിയ ഭാഗ്യം. കാരണം നമ്മൾ എപ്പോഴേലും ടയറൊക്കെ മാറ്റേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ അയച്ചാൻ കിട്ടില്ല. എൻ്റെ കയ്യുമ്മൊക്കെ മുറിയായി. ഈ മുട്ടുമ്മ കണ്ടോ, ഇത് അയക്കാൻ നോക്കിയിട്ട് ഇത് നമുക്കെന്താ, നമുക്കൊരൊറ്റ കമ്പിയുള്ളൂ. ഒറ്റ നീളത്തിലുള്ള കമ്പിയിൽ ഇങ്ങനെ പിടിച്ച് തിരിച്ചണം. അതിന് കഴിയൂല. മറ്റവർക്ക് ഇങ്ങനെ ഒരു കമ്പിയും പിന്നെ ഇങ്ങനെ ഒരു കമ്പിയുണ്ട്. അപ്പോൾ രണ്ട് കയ്യുമ്മയും പിടിച്ചിട്ട് തിരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ലൂസായിട്ടുണ്ട്, സാധനം തിരിയുന്നുണ്ട്. അപ്പോൾ ടയറിനെ ഞാൻ എന്തായാലും അടിയിൽ കറക്കട്ടെ. കാരണം കസ്റ്റമർ ഉണ്ടാകുമ്പോൾ തന്നെ ഇത് നല്ല ടൈറ്റ് ആയപ്പോൾ തന്നെ ഇടയ്ക്ക് ഗിയറിലിടുമ്പോൾ ഇങ്ങനെ ഇത് ആണോ ഈ വൈബ്രേഷൻ, ഈ സൗണ്ട് ഉണ്ടാവുന്നുണ്ട് ലൂസായിട്ട്. ഈ ടയർ ലൂസായിട്ട് എന്താണെന്ന് അറിയില്ല, തേഞ്ഞ ടയറല്ലേ. അപ്പോൾ ടയർ ഊരിയാക്കട്ടെ, എന്തായാലും ജസ്റ്റ് കഴുകും വേണം. അപ്പോൾ കഴുകിയിട്ട് ഇപ്പോൾ ഏതായാലും കുറേ സമയമായില്ലേ. ഇനിയിപ്പോൾ ഒരു ചായയും കുടിച്ചിട്ട് പോവാം. റൂമിൽ തന്നെ ഒരു ചായ ഉണ്ടാക്കിയാണ്ട്. അപ്പോൾ നമ്മൾ ടയർ ഊരെടുത്തിട്ടുണ്ട്. ഇത് കമ്പി അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നല്ല പൊടിയുണ്ട് കണ്ടോ, നമ്മളെ വണ്ടി പോളിഷ് ചെയ്തപ്പോൾ ഉള്ള പൊടി പോരേത് കുറേ ഉണ്ട്. ടയർ ഊരിയപ്പോഴാണ് ഇതിൻ്റെ അടിയൊക്കെ ഒന്ന് കറക്റ്റ് കഴുകാൻ പറ്റുള്ളൂ. ആകെ മുടിയുണ്ട്. പെണ്ണുങ്ങളെ മുടിയാണ് കൂടുതൽ. കസ്റ്റമർ പെണ്ണുങ്ങളെ മുടി ഇങ്ങനെ പെട്ടെന്ന് കൊയ്യണോണ്ട് ഇതിലുണ്ടോ, ഇത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കുറേ മുടിയുണ്ട്. അപ്പോൾ ഏതായാലും ടയറിൻ്റെ അടിയിൽ കറക്കട്ടെ, എന്നിട്ട് ചായയും കുടിച്ചിട്ട് തുടങ്ങാം. 11:47 ആയിട്ടുണ്ട് സമയം. ഊബർ ഓണാക്കാം. അയ്യോ, ഇത് ഊബർ ബുക്ക് ചെയ്യണ ആപ്പാട്ടോ. റാപ്പിഡ് ഓണാക്കാം. ഫസ്റ്റ് ഇന്ന് റാപ്പിഡ് ആയിക്കോട്ടെ. ഓക്കെ, നമ്മൾ റാപ്പിഡ് ഓൺ ആയിട്ട്. റാപ്പിഡ് വരെ നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം പിന്നെ വേറെ ട്രിപ്പ് അടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഊബറിലെവിടെ സർജൊക്കെ കാണിക്കുന്നുണ്ട്. കാക്കനാട് ആ ഭാഗത്താണ്, മറ്റേ സെസ് ജില്ലാ ജയിലിൻ്റെയൊക്കെ ആ ഭാഗത്തായിട്ടാണ് സർജ് കാണിക്കുന്നത്. സർജ് പോയോ? ഓണാക്കിയപ്പോഴത്തേന് അവിടെ ഉണ്ട്, സർജ് ഇവിടെ ഉണ്ട്. CNG 5 വട്ടം ഉണ്ട് കേട്ടോ. ഒന്നര അടിച്ചതിൻ്റെ ബാക്കി ഫുൾ 5 വട്ടം CNG ഉണ്ട്. 74 കിലോമീറ്ററാണ് ഓടിയത്. ബിയിൽ ടോട്ടൽ 364 കേട്ടോ. അത് നമ്മളെ പൊന്നാനീത്തമ്പാടുണ്ടോന്നു. അപ്പോൾ 0 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി തുടങ്ങാം. ഇനിയിപ്പോൾ ഇതാണൊരു കൺഫ്യൂഷൻ, റൈറ്റ് പോകണോ ലെഫ്റ്റ് പോകണോ എന്നറിയില്ല. നമുക്ക് ഏതായാലും ഇന്ന് വലിയ തിരക്കൊന്നുമില്ലല്ലോ. റൈറ്റ് പോയിട്ട് നമ്മളെ മുണ്ടമ്പാലം ചായപ്പിടിക്ക് തന്നെ പോവാം. അവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടല്ലോ. വണ്ടി ഇവിടെ ജസ്റ്റ് നിർത്തി ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇന്ന് ഫസ്റ്റ് റാപ്പിഡ് ഓൺ ആക്കിയോണ്ടേ. അപ്പോൾ ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്. 418 രൂപയുടെ ട്രിപ്പാട്ടോ. മീറ്റിന്നോ അങ്ങനെ എന്തോ ആണ് കസ്റ്റമറുടെ പേര്. 1.5 കിലോമീറ്റർ പിക്കപ്പ്. നമ്മളെ അത്താണി റോട്ടിൽ നിന്നാണ്. നമ്മളെ റൂമിൻ്റെ അടുത്തു നിന്നാണ്. നമ്മളെ റൂം ഏകദേശം ഇവിടെ ഒക്കെ ആയിട്ട് വരും. കനാൽ റോഡിൻ്റെ ഈ ഭാഗത്തൊക്കെയാണ് നമ്മളെ റൂം. അപ്പോൾ ഓക്കെ, ആളെ പോയി പിക്കട്ടെ. ഫസ്റ്റ് ട്രിപ്പ് 400 സംതിങ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഈ ഒരു വീട്ടിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. 418 രൂപ കേട്ടോ നമുക്ക് കിട്ടിയത്. ഊബർ ഞാൻ ഓണാക്കിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം എയർപോർട്ടിൻ്റെ ബാക്കിലായിട്ടാണ് ഡ്രോപ്പ് ചെയ്തിരിക്കണത് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇതൊരു പാടത്ത് കൂടി ഒരു ഷോർട്ട് കട്ട് ഉണ്ട് എയർപോർട്ടിൻ്റെ അടുക്ക്. ചിലപ്പോൾ ഞാൻ എയർപോർട്ടിൻ്റെ അടുക്ക് പോകും. ഊബറിൽ 0 ആണ്. റാപ്പിഡോയിൽ നമുക്ക് 418 രൂപയാണ് കിട്ടിയത്. അത് ടോട്ടൽ ഓടിയത്, അതിൻ്റെ ഡീറ്റെയിൽസ് 25.14 കിലോമീറ്റർ, 57 മിനിറ്റ് എടുത്തു, 1 മണിക്കൂർ. 16 രൂപ വെച്ചിട്ടാണ് കിലോമീറ്ററിന് കിട്ടിക്കണമെങ്കിൽ നഷ്ടമാണ്. 18 കിലോമീറ്ററിൻ്റെ ശരിക്കുള്ള റേറ്റ് ഇല്ല. ഇതാണ് മറ്റേ ഒരു 300ൻ്റെ മേലേക്കുള്ള ട്രിപ്പ് ഊബറിലാണെങ്കിലും റാപ്പിഡോയിലാണെങ്കിലും കിലോമീറ്ററിനുള്ള റേറ്റ് കുറയും. അങ്ങനെ പ്രശ്നമുണ്ട്. ഊബറിൻ്റെ 300ൻ്റെ താഴെ ഇടുന്നുണ്ടെങ്കിൽ ഓക്കെ, 18ൻ്റെ മേലെ ചിലപ്പോൾ കിട്ടും, റേറ്റ് കിട്ടും. ഇത് 300ൻ്റെ മേലെ കയറിയാൽ കുറയും. നമ്മൾ ഇവിടുന്ന് റൈറ്റ് പോയാൽ എയർപോർട്ടിൽ എത്തും, പാടത്ത് കൂടി ഉള്ളത്. ലെഫ്റ്റ് പോയാലൊരു 300-400 മീറ്റർ പോയാൽ അങ്കമാലി ജംഗ്ഷൻ എത്തും. അപ്പോൾ നമുക്ക് മാപ്പിൽ ആരൊക്കെ ഉണ്ട് നോക്കി നോക്കാം. മാപ്പിൽ അടുത്ത് മൂസിയിലാണ് കിടക്കുന്നത്. വിഷ്ണു ഇവിടെയാണ് കിടക്കുന്നത്. വിഷ്ണു സാധാരണ ഇവിടെ ഉണ്ടാവില്ല. ഇത് എയർപോർട്ടാട്ടോ, എയർപോർട്ടിൻ്റെ റൺവേ ആണ്. ഇവിടെ ഉണ്ടാവില്ല. ഇതിപ്പോൾ അതിൻ്റെ അടുത്ത് മൂസിനുള്ളത്. മൂസിൻ്റെ അടുത്തേക്ക് താജുദ്ദീൻ ഇവിടെയാണ്. അപ്പോൾ മൂസിൻ്റെ അടുത്തേക്ക് എത്ര ദൂരം ഉണ്ടാവട്ടെ. മൂസിൻ്റെ അടുത്തേക്ക് 3.6 കിലോമീറ്ററും 64% അതിൻ്റെ ചാർജ്. അതൊക്കെ മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റും. 3.6 കിലോമീറ്റർ. നമുക്ക് ചെക്കനെ സർപ്രൈസ് കൊടുക്കാം. വേണ്ട, സർപ്രൈസ് കൊടുക്കണ്ട, അവനെ വിളിച്ചിട്ട് പോവാം. ഇല്ലെങ്കിലേ ചിലപ്പോൾ അവനവിടെ നിന്ന് ട്രിപ്പ് കിട്ടി പോകും. ഇപ്പോൾ നമ്മൾ ഏകദേശം അത്താണി എത്താനായിട്ട് കേട്ടോ എയർപോർട്ടിൻ്റെ അവിടെ. നമ്മൾ ഇവിടെ ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നിക്കാണ്. അവിടെ ഒരു ആ എണ്ണ ലോറി ഉണ്ട്, അതിൻ്റെ ബാക്കിൽ ആ ഓടിട്ട് അവിടെ ഒരു ഹോട്ടലുണ്ട്. നമ്മളെ മൂസിൻ പറഞ്ഞതാണ്. ഞാൻ ആ ചെറുക്കനെ ഇങ്ങനെ കാത്തിക്കുന്നു റോട്ടിൽ. അപ്പോൾ ആ ചങ്ങായി നാട്ടിൽ പോവാണ്, മൂസിന് ഡെസ്റ്റിനേഷൻ ആയിട്ട് പോവാണ്.
അപ്പോൾ ഞാൻ ഓനെങ്ങനെ കാത്തിക്കുക. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ ഈ ഹോട്ടലിൽ. അപ്പോൾ ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാൾ. അപ്പോൾ പിന്നെ ഓനവിടെ ഫുഡ് കഴിക്കാൻ. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഓനോട് പറഞ്ഞു അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു വേണ്ട ഞാൻ അങ്ങോട്ട് വരാമെന്ന്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഓന് നാട്ടിൽ പോകാനാണ്. അപ്പോൾ ഞാൻ ഈ ഭാഗത്ത് നിൽക്കണം. ഓൻ അപ്പുറത്ത് കൂടി കജ്ജും കാട്ടി ഓൻ പോയി. അപ്പോൾ ഓൻ നാട്ടിൽ പോകണം. അപ്പോഴാണ് എന്നോട് പറയണേ. അപ്പോൾ ഏതായാലും ഇപ്പം ഞാൻ പിന്നെ അവിടെ നിന്ന് പോന്നു, അങ്കമാലിയിൽ നിന്ന് പോന്നു. ഇന്നിപ്പോൾ ശനിയാഴ്ച അല്ലേ, ചിലപ്പോൾ വലിയ ട്രിപ്പ് കിട്ടാൻ ചാൻസ് ഇല്ല. വലിയ വണ്ടികളൊന്നും ഇല്ല, റോട്ടിൽ കൂടി കുറവാണ് വണ്ടികൾ. അപ്പോൾ അവിടെ ഏതായാലും പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. 1:30 ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് നേരെ അത്താണി പോവാം. അങ്ങനെ നമ്മളെ ചോറ് വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. 1:44 സമയം. വന്നപ്പോൾ ബാക്കിലൊരു വാഗനറുമ്പാടെ വന്ന് കിടക്കുന്നുണ്ട്. വേഗം ഊബർ ഓണാക്കട്ടെ. ഊബർ ഡ്രൈവർ ആപ്പ്. 1:45 സമയം. റാപ്പിഡോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്തട്ടെ. നമ്മൾ സമയം 7:04 ആയിട്ടുണ്ട്. ലാസ്റ്റ് ട്രിപ്പിന് നമുക്ക് കിട്ടിയത് 115 രൂപ കേട്ടോ. ഊബറിൽ അപ്പോൾ ഇന്ന് ഓടിയത് 1748, റാപ്പിഡോയിൽ 600 സംതിങ്ങോ. അപ്പോൾ ഇവിടുന്ന് ഓഫ്ലൈൻ ആക്കുകയാണ്. നമ്മൾ റൂം എത്തിയിട്ടില്ല. ഇത് കളമശ്ശേരിയാണ്. നമ്മളെ താജ് കിച്ചൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുന്ന് ഒരു സൂപ്പ് വാങ്ങണം, സൂപ്പ്. അപ്പോൾ റാപ്പിഡോ പാടെ ഓഫാക്കട്ടെ. ഊബർ ഓഫായിട്ടുണ്ട് കേട്ടോ. റാപ്പിഡോയിൽ 612 രൂപ കേട്ടോ ഓടിയിട്ടുള്ളത്. ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ സൂപ്പും വാങ്ങിയിട്ട് നേരെ പോന്നിട്ടുണ്ട്. 7:34 ഇവിടെ നമ്മൾ ഈ വള്ളത്തോൾ ബോംബെ കാഫെ മുതൽ വള്ളത്തോൾ വരെ നല്ല ബ്ലോക്കാണ്. ഈ വള്ളത്തോളിൽ 3 കൂടിയ റോട്ടിൽ ഭയങ്കര ബ്ലോക്കാണ്. എന്നും ഈ രാത്രി ആയാലും ആരും വിട്ടു കൊടുക്കൂല. അങ്ങോട്ട് കോർത്ത് നിൽക്കും. ആരും നീങ്ങൂല. എന്നിട്ട് നമുക്ക് പിന്നെ വേറെ ഷോർട്ട് കട്ട് ഉണ്ട്. അതിനൊരു മേലെക്കൂടി കയറിയാണ്ട് അതിൽക്കൂടി കയറിയിട്ട് ഇറങ്ങിപ്പോന്നു. ഏതായാലും അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചു. 7:34 ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഇനി ഏതായാലും നാളെ കാണാം. നാളെ അല്ല, മറ്റന്നാൾ. നാളെ ഞായറാഴ്ച ലീവായിരിക്കും എന്തായാലും. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.